ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇരുട്ടെല്ലാം കാണുമ്പോൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നല്ല രാവിലെയാണെന്ന്. പക്ഷേ എല്ലാ കർട്ടനൊക്കെ അടച്ച് ഇരുട്ടാക്കിയതാണ്. കുറച്ചധികം നേരം വെളുത്തിട്ടുണ്ട്. അപ്പോൾ വാവി ഇതാ എണീച്ചിട്ട് ഇങ്ങനെ ഗുഡുഗുഡു ആക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അറിഞ്ഞത് എൻ്റെ ഇപ്പോഴത്തെ സൈഡിൽ ഇതാ എൻ്റെ നിച്ചുട്ടിയുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ കിടന്ന് ഉറങ്ങൽ രാത്രിക്ക്. അപ്പോൾ കർട്ടനൊക്കെ നീക്കിയപ്പോഴേക്ക് നല്ല ലൈറ്റും വന്നിട്ടുണ്ട്. രാവിലെ ആയിക്കഴിഞ്ഞാൽ ഏട്ടൻ വാവേനെ എടുത്തിട്ട് ഒന്ന് ഹാളിലെല്ലാം പോയിട്ട് ഇരുന്ന് അപ്പുറത്തെ റൂമിലെല്ലാം നിൽക്കും. ആ സമയത്ത് എനിക്ക് ഒരു മണിക്കൂറോളം സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഫ്രീ ആക്കി തരും കേട്ടോ ഏട്ടൻ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ രാത്രിയത്തെ ഉറക്കൊഴിഞ്ഞതിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട്. എത്ര വാവ ഉറങ്ങുന്നുണ്ടെങ്കിലും നമ്മൾ 2 മണിക്കൂർ കൂടുമ്പോൾ പാൽ കൊടുക്കാനൊക്കെ എണീക്കുമ്പോൾ അതിൻ്റെ ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് നേരെ പല്ലിയേക്കാൻ പോകുമ്പോൾ ഇതാ നിച്ചുട്ടീനെയും കൂട്ടിയിട്ട് പോകുന്നുണ്ട്. ഞാനും നിച്ചുട്ടിയും കൂടെ വേഗം പല്ലൊക്കെ തേച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്കെല്ലാം പോവുക. ചില സമയത്ത് മോള് വേഗം ചടപടാന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ വാവ കരയുന്നൊക്കെ ഉണ്ടെങ്കിൽ ഏട്ടനാണ് ഇതെല്ലാം ചെയ്ത് കൊടുക്കുക. കുളിപ്പിക്കലും ബാക്കി കാര്യങ്ങളെല്ലാം ഏട്ടൻ നോക്കിക്കോളും. പിന്നെ ഫുഡ് കൊടുക്കാൻ മാത്രം ഞാൻ കുറച്ച് നേരം ഇരുന്നാൽ മതി. ആ സമയം വാവേനെ അച്ഛനോ അമ്മയോ ആരെങ്കിലും കയ്യിലായിരിക്കും. ഏകദേശം ഉറങ്ങിയിട്ടുണ്ട്, പക്ഷേ ബെഡിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വേഗം എണീക്കും. അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും നടക്കൂല. അതുകൊണ്ട് അച്ഛനോ അമ്മയൊക്കെ ഇങ്ങനെ എടുത്ത് നിൽക്കും കേട്ടോ. ആ സമയം കുറച്ച് നേരം നല്ല സുഖമായിട്ട് കയ്യിൽ അങ്ങനെ ഉറങ്ങിക്കോളും. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും അതുപോലെ തന്നെ മുട്ട റോസ്റ്റും വന്നേ. അപ്പോൾ ഇടിയപ്പെല്ലാം എടുത്തിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുമെന്ന്. എണീറ്റ് ഉടനെ അപ്പോഴേക്ക് നല്ലോണം വിശക്കാൻ തുടങ്ങി. അതുകൊണ്ട് വേഗം തന്നെ കഴിക്കാം. അച്ഛൻ കുളിപ്പിച്ചാ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം? എന്നാ വാവേനെ കിളിക്കയാ? ചേച്ചി വാവേനെ കിളിപ്പിക്കുന്ന കിളിക്കയാ? അവിടെ ഇരിക്കും, കഴിക്കാലോ. അപ്പം കച്ചീസ് തരട്ടെ. ഇച്ചിരി വേഗം തിന്ന്, അച്ഛനെ തോപ്പിക്കണേ. ആരാ ജയിക്കുന്ന നോക്കാം. എൻ്റെ മോളിപ്പോൾ ഗുഡ് ഗേളായിട്ട് ഒറ്റക്കാ തിന്നത് അല്ലേ കണ്ണാ? വേഗം തിന്ന്. ഇടിയപ്പെടുത്ത് നിന്ന് ഒന്ന് അമ്മ നോക്കട്ടെ. നിച്ചുട്ടിൻ്റെ ടീച്ചർ കാണുന്നുണ്ടാവും ഒറ്റക്ക് നിന്നത്. കണ്ടോ ടീച്ചർ? കണ്ടോ? ഇതാ കണ്ട, ടീച്ചർ പറഞ്ഞ പോലെ ഒറ്റക്ക് നിന്നുണ്ടേ. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴേക്ക് ഇതാ നിച്ചുട്ടി അച്ഛനും കൂടി റെഡി ആയിട്ടുണ്ട്. യൂണിഫോമിലിട്ട് സെറ്റ് ആവും കേട്ടോ. സാധാരണ ഞാൻ നിച്ചു പോയതിന് ശേഷം കുളിക്കല്ലേ. അപ്പോൾ ചേച്ചി രാവിലെ വരുന്നതുകൊണ്ട് നിച്ചു പോകുന്നതിൻ്റെ ഉള്ളിൽ തന്നെ എൻ്റെ കുളി കഴിയും. ഇനി വാവേനെ മാത്രമല്ല കുളിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി നിച്ചുവിനെ ഒന്ന് റെഡിയാക്കണം. നിച്ചുവിനെ വിട്ടിട്ട് വാവേനെ കുളിപ്പിക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ റുട്ടീനിൽ അങ്ങനെ പോകുന്നത് കേട്ടോ. നേരെ നോക്കാം, അച്ഛൻ നോക്കി. അച്ഛൻ്റെ വാതിൻ്റെ അടുത്ത് നോക്കി. നിച്ചു വാവക്ക് കെട്ടി കൊടുക്കും. എന്നാ പിന്നെ നമുക്ക് പണിയില്ല. മോളെ താഴോട്ട് നോക്കല്ലോ. ഇതാ നിച്ചൂട്ടി റെഡി ആയ. ഇതില്ല വളയെല്ലാം പക്കിയിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം ഇടാനൊന്നും പറഞ്ഞിട്ട് വള്ളിയും കൂടി ഇട്ടിട്ട് മതിയാക്കാം. കൊടി പോലെ ഇടാം. കൊടി ഫ്ലാഗ് എല്ലാം ഇടാനൊന്നും പറ്റില്ല, അത് രസം ഉണ്ടാവില്ല. ഫ്ലാഗ് പോലെ ഇടാം. ഇതായിക്ക് ചുട്ടി ടാറ്റാ. ടാറ്റ പറ. കുഞ്ഞി കൈ കൊണ്ട് ടാറ്റ പറഞ്ഞേ. ഫ്ലാഗ് കൈ കൊണ്ട്. പച്ച അടിയിലാ വേണ്ട. സാറില്ല പോട്ടെ. വാ അവർക്ക് അച്ഛൻ വണ്ടി സ്റ്റാർട്ടാക്കി. ഓടിക്കോ വാ. നമ്മളെ എണ്ണയെല്ലാം തേച്ചെടുത്തോ? എടുത്തോ. ഷീജമ്മ നമ്മളെ കരയിപ്പിക്കാൻ കൊണ്ടുപോകുന്നുണ്ടേ. ഇന്ന് നല്ല കുട്ടിയായിന്. ഇന്നലെ ഇന്നും നല്ല മോളായിട്ട് നമ്മൾ കഞ്ഞിട്ടൊന്നുമില്ല. എണ്ണ തേക്കുമ്പോൾ കുളിക്കുമ്പോൾ ഒന്നും കഞ്ഞിട്ട. വേഗം കുളിച്ചിട്ടാ. അമ്മമ്മ അടി കൊടുക്കുമല്ലോ ഷീജമ്മക്ക്. എല്ലാം കൂടെ ഒന്നിച്ച് അമ്മമ്മ അടി കൊടുക്കുമല്ലോ ഷീജമ്മക്ക്. വാവ കുളിക്കാൻ പോയിട്ടുണ്ടേ. ചില സമയം ഭയങ്കര കരച്ചിലായിരിക്കും വെള്ളം പോകുമ്പോൾ. ചില സമയം നല്ല കാമായിരിക്കും. ഉറക്കത്തിൻ്റെ എല്ലാം മൂട് പോലെ ഇരിക്കുമല്ലോ. അപ്പോൾ അതാ കുളിച്ചിട്ട് വരും. ഇപ്പം അമ്മ എടുത്തിട്ട് കൊണ്ടുതരും. ഇനി തലയെല്ലാം തുടച്ച് ഉടുപ്പെല്ലാം ഇട്ട് കൊടുക്കണം. എന്നിട്ട് പാലും കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം ആ ഉറക്കത്തിൻ്റെ സുഖത്തിന് കുളിച്ച സുഖത്തിന് അങ്ങ് കിടന്ന് ഉറങ്ങിക്കോളും. ആ സമയം കുറച്ച് നേരം ഞാനും ഉറങ്ങാൻ നോക്കുക. പക്ഷെ ചില സമയത്തൊന്നും ഉറക്കം കിട്ടൂല. ആ രാവിലെ പകൽ സമയത്ത് എനിക്ക് അങ്ങനെ ശരിക്കും ഉറങ്ങാൻ പറ്റില്ല. അതൊരു പോരായ്മയാണ്. പക്ഷെ മക്കൾ ഉറങ്ങുമ്പം അമ്മമാരും പകൽ കിടന്ന് ഉറങ്ങണം എന്നാ പറയല്ലേ. പക്ഷെ ചിലപ്പോൾ ഉറക്കം കിട്ടൂല. ഇന്നലെ വാവ 4 മണി 4:30 ആകുമ്പോൾ എണീറ്റ് പാലും കുടിച്ച് പിന്നെ ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. കുറേ വൈകി. കളിയും കിട്ടവരലും അപ്പിയിടലും മാറ്റിക്കൊടുക്കലും അങ്ങനെയെല്ലാം ആയിട്ട് ഒരു 6:30 വരെ ഒരേ കളിയാണ് ഉണ്ടായത്. അപ്പോൾ 6:30 ആകുമ്പോൾ ഏട്ടനെ എടുത്തിട്ട് പുറത്തേക്ക് പോയപ്പം 7 മണിയാകുമ്പോൾ ബാക്കി കുറച്ച് നേരം ഞാൻ കിടന്നുറങ്ങി. വാ കുളിച്ചിട്ട് വരുന്നുണ്ട്. കുളിച്ചിട്ട് വരുന്നുണ്ട്. വാവക്ക് പാലെല്ലാം കൊടുത്ത് സെറ്റാക്കിയിട്ട് വേഗം ഒന്ന് റെഡി ആയിട്ട് പുറത്ത് വന്നതാണേ. നമ്മളെ വാവേൻ്റെ 28 ആയിട്ടുണ്ടെങ്കിലും 1-2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളെല്ലാം മേടിക്കാൻ പോവുകയാണ്. മെയിനായിട്ട് വാവക്ക് നൂലുകെട്ടിനും ആവശ്യമായിട്ടുള്ള അരഞ്ഞാണും മാലി അങ്ങനത്തെ സംഭവങ്ങളെല്ലാം മേടിക്കണം. അപ്പം അതിന് വേണ്ടി ഞാനും ഏട്ടനും കൂടി വന്നിട്ട് പോകുന്നത്. വാവേനെ കൂട്ടിയിട്ടില്ല, അമ്മേൻ്റെ അടുത്ത് ആക്കിയിട്ടുള്ളേ. അമ്മയും അച്ഛനും ഉണ്ട് വീട്ടിൽ. അപ്പം പാലോടുത്ത് വന്ന് ഒരു 2 മണിക്കൂർ എന്തായാലും കിട്ടുമല്ലോ. അങ്ങനെ വിചാരിച്ചങ്ങ് ഇറങ്ങിയതാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഫ്രീ ആയിട്ടൊന്ന് പുറത്ത് പോകുന്നു. പക്ഷെ വാവ വീട്ടിലുള്ള ഒരു സങ്കടവും ടെൻഷനെല്ലാം ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, അമ്മ മാനേജ് ചെയ്തോളും. അപ്പോൾ വേഗം ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കാണെങ്കിൽ മുട്ടം ബ്ലോക്കും പുതിയൊരു എത്താനാകുമ്പോഴേക്കും നല്ല ബ്ലോക്കും കാണുന്നുണ്ട്.
എന്തായാലും പോയി നോക്കട്ടെ. 11:30 ആയി സമയം. ഈ സമയമാകുമ്പോൾ കുറച്ച് റോഡ് കാലിയാവുന്ന വിചാരിച്ചേ. പക്ഷെ ഇതാ കുറച്ച് നാള് ബ്ലോക്കിന് കുറച്ച് ശമനം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതാ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ബ്ലോക്ക്. അങ്ങനെ ബ്ലോക്ക് താണ്ടിയിട്ട് നമ്മൾ കണ്ണൂർ എത്തിയേ. എവിടെ പോണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. എവിടെ പോന്നാട്ടാ? കല്യാണിൽ പോണോ മലബാർ പോണോ? ആദ്യം കല്യാണിൽ പോയി നോക്കാം, എന്നിട്ട് മലബാർ. കല്യാണിൽ പോയി നോക്കാന്നാ വിചാരിക്കുന്നത്. നമ്മൾ നിച്ചൂട്ടിക്കിന്റെ നൂലുകെട്ടിന് ആവശ്യമുള്ള സാധനമെല്ലാം കല്യാണം നന്നെ എടുത്തിട്ടുണ്ടായത്. അതുകൊണ്ട് നമ്മളെ കുഞ്ഞാവക്കും അവിടെ തന്നെ പോയി നോക്കാം. മലബാറുണ്ട്, ഇവിടെ കല്യാണമുണ്ട്. നമുക്ക് കല്യാണിൽ പോവാം. എവിടെ വന്ന് മലബാറില അപ്പൊ നമ്മള് ലിഫ്റ്റിൽ കയറിയേ. സ്വർണത്തിന് ഇന്ന് എത്രയോ പൈസ നോക്കിനാ? നമുക്ക് വാവ വരുമ്പോഴേക്കും ഓരോ ദിവസവും കൂടി കൂടി വരെയാണ് പൈസ. പക്ഷെ വേറെ നിവർത്തിയില്ല നമുക്ക്. അപ്പോൾ കയറി ഉടനെ തന്നെ നമ്മൾ കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് അവരെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ജ്വല്ലറി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ അടുത്ത കളക്ഷൻസ് എല്ലാം നോക്കിയിരിക്കും. അത് എല്ലാവർക്കും ഉള്ള സ്വഭാവമായിരിക്കും അല്ലേ, മേടിക്കാനില്ലെങ്കിലും. ഞാൻ ഇങ്ങനെ ഏട്ടനോട് പറയുന്നത് ഗോൾഡ് റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന കാണലുണ്ട് സാധാരണ ജ്വല്ലറിയിൽ. അതൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുവാന്ന്. അപ്പോൾ ആദ്യം തന്നെ മാല നോക്കാമെന്നാന്ന് വിചാരിച്ച്. അപ്പോൾ കുറേ കളക്ഷൻസ് എടുത്തുകൊണ്ട് തന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ വാവക്ക് അധികം കുത്താത്ത ടൈപ്പ് അങ്ങനെയുള്ളതാണ് കേട്ടോ പറഞ്ഞത്. ബാക്കിയെല്ലാം ഇങ്ങനെ ഒന്ന് ഉരസുന്ന ടൈപ്പ് ആണ് കാണുന്നത്. അപ്പോൾ കുഞ്ഞു വാവക്കാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതാവുമല്ലോ, ഇറിറ്റേഷൻ ആവുമല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ ഒരെണ്ണം സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ലോക്കറ്റാണ് നോക്കുന്നത്. അത് കുഞ്ഞു വാവക്കുള്ളതല്ല, നിച്ചൂട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിച്ചൂട്ടിക്ക് ഓൾറെഡി മാലയുണ്ട്. അപ്പോൾ കുഞ്ഞു വാവക്ക് മേടിക്കുമ്പോൾ എന്തായാലും മോക്കും കൂടെ മേടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് അപ്പാൻ ഈ ഒരു ലോക്കറ്റ് കണ്ടതേ. ഇത് മേടിക്കാൻ വേണ്ടി എടുത്തതല്ല, ഇത് 3 ആളെ കണ്ടിട്ട് ഇതാരെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. എന്നിട്ട് അവരോട് നമ്മൾ ചോദിച്ചു കേട്ടോ ആരാന്നെല്ലാം. കുഞ്ഞു ലോക്കറ്റ് മതി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു സാധനങ്ങൾ അവർ കൊണ്ട് കാണിച്ചു തരുന്നുണ്ടായിന്. എല്ലാം രസമുണ്ട്, എന്നാലും കുറച്ചും കൂടെ ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളാണ് നോക്കുന്നത്. ഫൈനലി ഇത് 2 എണ്ണമാണ് ലാസ്റ്റ് ഫൈനൽ ലിസ്റ്റിൽ വന്നത്. ഈ ഒരു ഹാർട്ട് ഷേപ്പ് ഉള്ളതും ഈ ഒരു റൂബീൻ്റെ സ്റ്റോൺ ഉള്ളതും. അങ്ങനെ ഫൈനലി റൂബി സ്റ്റോണാണ് സെലക്ട് ചെയ്തത്. നിച്ചൂട്ടിക്ക് പിങ്ക് കളർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പിങ്ക് ലോക്കറ്റെല്ലാം കിട്ടുമ്പോൾ കുറച്ചും കൂടെ സന്തോഷമാവും എന്ന് പറഞ്ഞിട്ട് റൂബി സ്റ്റോണുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ സെലക്ട് ചെയ്തത്. അവർ നല്ല വൃത്തിക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതിനിടയിൽ അവർ കോഫിയൊക്കെ കൊണ്ടു തന്നു. നല്ല കോഫി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഏട്ടനോട് നല്ല ടേസ്റ്റ് ഉണ്ട് തോന്നല്ലേ എന്ന് പറയുമ്പോൾ ആ ഏട്ടൻ നല്ല ചിരിച്ചുകൊണ്ട് കുടിക്കുന്നുണ്ട്. സ്വർണത്തിൻ്റെ വില ഇങ്ങനെ ഓരോ ദിവസം കൂടി വരുന്നുണ്ടെങ്കിലും അടുത്ത ഒരു കുറവുമില്ല കേട്ടോ. ആൾക്കാർക്ക് എത്ര ആളെന്നറിയാം വന്നിട്ട് ഗോൾഡ് എടുക്കുന്ന അത്രയും തിരക്കുണ്ടായിന് അവിടെ. പിന്നെ ഒരു വള കൂടി എടുക്കാനുണ്ടായിന്. അതുകൊണ്ട് വള നോക്കുവാന്ന്, കുഞ്ഞു വള. പക്ഷെ അധികം ചെറുതല്ല കേട്ടോ നമ്മൾ സെലക്ട് ചെയ്താൽ, കുറച്ച് വലുതാവുമ്പോൾ ഇടാനെന്നുള്ള രീതിക്ക്. ഇത്ര കുഞ്ഞുവാൾക്ക് നമ്മൾ എന്തായാലും വളയൊന്നും ഇട്ട് കൊടുക്കാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് വലിയ ഇത് എടുത്ത് വെക്കാം, കുറച്ച് കഴിഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കുന്ന ചെയ്തേ. അപ്പോൾ കുറേ കളക്ഷൻസ് ഉണ്ട്. അതെല്ലാം അവർ അതിൽ നിന്ന് കുഞ്ഞു വളകളെല്ലാം സെലക്ട് ചെയ്ത് കാണിച്ചു തരുകയാണ്. അതിൽ നമ്മൾ ഫൈനലി ഒന്ന് സെലക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് ഏതാണെന്നുള്ളത് വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി. ലാസ്റ്റ് വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം ഏതൊക്കെയാണെന്നുള്ളത്. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ഒരേ രീതിയിലുള്ള തന്നെ കുറേ ഡിഫറെൻറ്റ് മോഡലും അത് അതിൻ്റെ വർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളതൊക്കെ കുറേ ഉണ്ടായിന്. അപ്പം അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തു. ഈ ജ്വല്ലറിയിലത്തെ ലൈറ്റിങ്ങിൽ വീഡിയോസ് എടുക്കാൻ നല്ല രസമായിരിക്കും. പക്ഷെ ഇന്ന് അത്ര ഒരു കളർ തെളിച്ചില്ലല്ലോ എന്നാണ് ഞാൻ ഏട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കോംപ്ലിമെന്റ് കിട്ടിയെന്ന് നോക്കുവാണേ. നല്ല ബാഗ് കിട്ടിയിട്ടുണ്ട്, അമ്മക്ക് എടുക്കാം. ഇതാ നല്ല രസമുണ്ട് അല്ലേ? പക്ഷെ ഇവര് ഈ കല്യാണം എഴുതി സാധനം ഇത് പറിക്കാൻ പറ്റുന്നൊന്നുമില്ല. ഇവര് പരസ്യം ഉണ്ടാവുമല്ലോ, അതാണ് പ്രശ്നം. പക്ഷെ ഇത് സ്റ്റാൻഡേർഡ് ആണല്ലേ? അമ്മേനെ വിളിച്ചു നോക്കിയേ, വാവ എണീച്ചിട്ടില്ല. ഇപ്പൊ ഏകദേശം 1.5 മണിക്കൂറായി നമ്മൾ വന്നിട്ട്. അപ്പോൾ ഇനി നമുക്ക് 1-2 സാധനങ്ങളും കൂടെ ജസ്റ്റ് നോക്കാനുണ്ടേ. വാവക്ക് തൊട്ടിൽ നോക്കണം അടുത്തതായിട്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ഒന്ന് അവിടെ ഇല്ലെങ്കിൽ പിന്നെ അധികം പരിധി നടക്കുന്നില്ല. ഒരു ഷോപ്പ് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അത് നോക്കിയിട്ട് ഇല്ലെങ്കിൽ പിന്നെ പോവാം. പിന്നെ നാളെ വന്നിട്ട് മേടിച്ചോളൂ. പിന്നെ 1-2 സാധനങ്ങളോട് മേടിക്കാനുണ്ടായിന്. നൂലുകെട്ടിന് ആവശ്യമായിട്ടുള്ള ചരടും കരിവളിയും അങ്ങനത്തെ എല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാൻസിയിൽ കയറി. പിന്നെ എനിക്ക് ചെരുപ്പ് മേടിക്കാനുണ്ടായിന്. അങ്ങനെ 1-2 സാധനങ്ങളൊക്കെ മേടിക്കാൻ. പിന്നെ ഫുള്ള് വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല. അപ്പം തന്നെ സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിന്. വേഗം അതൊക്കെ വാങ്ങി. നമ്മൾ സാധനമെല്ലാം മേടിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നേ. വൈകി എന്തായാലും വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയല്ലേ, ജ്വല്ലറിയിലെല്ലാം നമുക്ക് കുറേ സമയം എടുക്കുമല്ലോ എന്തായാലും ബില്ലെല്ലാം ആവാൻ വേണ്ടിയിട്ട്. തൊട്ടിൽ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല, അവിടെ ഇല്ല. ഹാങ്ങിങ് ടൈപ്പ് മാത്രമേ ഉള്ളൂ, നമ്മളെ നോർമൽ നിലത്ത് വെക്കുന്ന തൊട്ടിലില്ല. നിച്ചൂട്ടിന്റെ തൊട്ടിൽ നമ്മൾ വൃത്തിക്കെടുത്ത് വെച്ചതാണേ. പക്ഷെ അതിന്റെ തുണി എവിടെയാ വെച്ചിന് എങ്ങനെയും കാണുന്നില്ല. അതിന്റെ നെറ്റും അടക്കം വരുന്ന തുണിയില്ലേ, വാഷ് ചെയ്തിട്ട് എവിടെയോ വെച്ചിന്. ഏട്ടൻ ഇന്നലെ ഫുള്ള് വീട് വരുതി എന്നിട്ടും അത് കിട്ടിയിട്ടില്ല സംഭവം. നോക്കട്ടെ, തൊട്ടിലിനെ ഏട്ടൻ മാത്രം വന്നിട്ട് നോക്കി വെക്കും, അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ എങ്ങനെയെങ്കിലും നോക്കണം. 2 ദിവസം കണ്ട് കിട്ടുമോന്ന് അറിയില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്കൊരു ചെരുപ്പ് മേടിച്ചു കേട്ടാ. കോമഡി, എൻ്റെ ചെരുപ്പ് ഡെലിവറിക്ക് പോയപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് മിസ്സായിപ്പോയി. ലേബർ റൂമിന്റെ പുറത്ത് അയച്ചു വെച്ചിട്ട് പോയതാണ്. പിന്നെ അത് ഓർത്തിട്ടേ ഇല്ല.
റൂമിലേക്ക് വന്ന് 2 ദിവസം കഴിയുമ്പോൾ അന്ന് ചെരുപ്പ് എടുത്തിട്ടില്ലല്ലോ എന്ന് നോക്കും. അവിടെ പോയി നോക്കുമ്പോൾ ചെരുപ്പൊന്നുമില്ല, അവർ മാറ്റിയിട്ടുണ്ടാവുമായിരിക്കും. വേണ്ടാന്ന് വെച്ച് 2 ദിവസം അവിടെ കണ്ടപ്പോൾ അതുകൊണ്ട് ചെരുപ്പ് ഉണ്ടായിട്ടില്ല. അമ്മേനെ ചെരുപ്പ് ഇട്ടിട്ടാണ് ഇന്ന് വന്നത്. അപ്പോൾ ഒരു ചെരുപ്പ് മേടിച്ചു. പിന്നെ ഒന്ന് ഫാൻസി കയറി. എല്ലാം കൂടെ നമുക്ക് സമയമായില്ലേ. ഒന്ന് ബേക്കറി കയറി. നിച്ചൂട്ടി രാവിലെ പറഞ്ഞിട്ടുണ്ടായി ഏൽപ്പിച്ചിന് എന്താ വേണ്ടെന്നല്ലോ. അതെല്ലാം മേടിക്കുമ്പോൾ കുറച്ച് സമയമായി. വീട്ടിലേക്ക് വിളിച്ച് കുഴപ്പമില്ല, വാവ ഉറങ്ങുന്നുണ്ട്, ഇത് എണീക്കാൻ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് നമ്മൾ എത്തിക്കോളും എന്തായാലും. അപ്പൊ എന്തെല്ലാന്ന് വാങ്ങിച്ചെന്ന് വീട്ടിലെത്തിയിട്ട് കാണിക്കാന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടില്ലല്ലോ, അത് കാണിച്ചു തരേ. ഇതാ എല്ലാം ഇതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അവിടുന്ന് പിന്നെ ഓരോന്നായിട്ട് ഏതെല്ലാന്ന് എന്തെല്ലാന്ന് കാണിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇതെങ്ങനെ വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരേ. ആദ്യം തന്നെ വാവക്ക് നമുക്ക് നൂല് കെട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള അരഞ്ഞാണാണ്. ഒരു അരഞ്ഞാണം മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മാല, എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ. ഇതെന്നാ മണിമാല എന്നാറ്റാണ് ഇതിൻ്റെ പേര്. മണിമാല എന്നല്ല പറഞ്ഞേ, പണ്ടേ കാണുന്നതാണ്. ഉണ്ടാക്കിയിട്ട് ഇതാകുമ്പോൾ പിള്ളേർക്ക് ഇട്ടാൽ അധികം തർക്കവും ബാക്കിയെല്ലാം ഇങ്ങനെ കുത്തുന്ന പോലെ ഉണ്ടായിന്. കുഞ്ഞു മക്കൾക്ക് ഇടാൻ പറ്റിയതാണ്. ആ ഒരു സൈസിൽ തന്നെ കിട്ടുകയും ചെയ്തിന്. ഇതാ ഒരു മാല, പിന്നെ ഒരു വള. ഇത് നമ്മൾ കുറച്ച് വലുതാണ് കേട്ടോ മേടിച്ചത്. ചെറുത് ഇപ്പം ഇടാൻ പാകത്തിന് മേടിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇപ്പം ഇട്ട് കൊടുക്കൂലല്ലോ. അതുകൊണ്ട് ഇതാ കുറച്ച് വലിയ വളയാണ് മേടിച്ചത്. കുറച്ച് കയ്യും വിട്ട് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഈ ഒരു വള. പിന്നെ നമ്മൾ നിച്ചൂട്ടിക്ക് ഒരു ലോക്കറ്റ്. വാവക്ക് മേടിക്കുമ്പോൾ നിച്ചൂട്ടിക്ക് എന്തെങ്കിലും മേടിക്കേണ്ടത് എന്തായാലും. അതുകൊണ്ട് നിച്ചൂട്ടിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് പിങ്ക്. അതുകൊണ്ട് ഇത് റൂബീൻ്റെ ആണ്, റൂബി സ്റ്റോണാണ് ഇതിന് വരുന്നത്. മാല ഓൾറെഡി ഉണ്ട് മോക്ക്, അതിനിടാൻ വേണ്ടിയിട്ട് ഒരു ലോക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്.